ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് വ്ളോഗ് ഇട്ട സമയത്ത്, എൻ്റെ താത്ത എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് വ്ളോഗ് ഇട്ട സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവളൊന്നും ഇപ്പോൾ കെട്ടാൻ പോണില്ല, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും കല്യാണം കഴിക്കാരം സൗണ്ട് ഓർക്കുന്നില്ലോ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്ന് ആലോചിച്ചിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാ ഇപ്പോൾ മറച്ചേക്കുന്നത്, ബിക്കോസ് ഇൻഷാല്ലാ കൺഫേം ആയതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും. അപ്പോൾ പിന്നെ നിങ്ങളോടും കൂടെ പറയാം. അപ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു ഇത് എന്താ പറയുക, ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ അറിയിക്കൂലേ, അതായത് എന്താ അതിന് പറയുക, ഇങ്ങനെ അതെ, നമ്മൾ അനൗൺസ് അങ്ങനെയൊന്നും പറയണ്ട, അത്ര അലങ്കാരമൊന്നും വേണ്ട. എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താ പറയുക, അതെ ഗൈസ്, അങ്ങനെ ഫൈനലി എൻ്റെ കല്യാണം ഇൻഷാല്ലാ ആൻഡ് മാഷാല്ലാ അൽഹംദുലില്ലാ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, 1 ഇയർ മുന്നാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. എൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് കണ്ടിട്ട് കൂടിയാലാണ് എൻ്റെ സബ്സ്ക്രൈബറിൽ പല ആൾക്കാരും അന്ന് മുതൽ ഇന്ന് വരെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ലവ് സ്റ്റോറി എവിടെ ലവ് സ്റ്റോറി. അപ്പോൾ ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു 2 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ കല്യാണം ഉണ്ടാവും. അപ്പം ഞങ്ങളൊപ്പം ഇരുന്ന് പറയാമെന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞ് 2 വർഷം ആവാനായിട്ടുണ്ട്. 2 വർഷമായിട്ടില്ല, 1.5 വർഷം ആവാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മളെ കല്യാണം ഉറപ്പിക്കാനുണ്ടായത്. ഫസ്റ്റ് നിക്കാഹ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നെ അൻഷിൻ്റെ വീട്ടുകാർ വിളിച്ചിട്ട് എന്തായാലും നമ്മൾ നിക്കാഹ് ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ നമുക്ക് കല്യാണം കൂടി ആക്കിയാലോ എന്ന് വിളിച്ച് ചോദിച്ച്. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അല്ലാതെ നിങ്ങൾ കമൻറ്റ് ഇനി ഇടണ്ട കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ ആരെ കല്യാണമാണെന്ന്. നോർമലി എൻ്റെ കസിൻ്റെ പോലൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ ഞാൻ കല്യാണം ആയി എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇടലുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും എൻ്റെ കല്യാണം ആണ്. ഡേറ്റ് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ഡേറ്റ് ഞാൻ അൻഷിൻ്റെ ഒപ്പം ഒരു വീഡിയോയിൽ റിവീൽ ചെയ്യാം ഇൻഷാല്ലാ. ഫെബ്രുവരിയിലാണ് നമ്മളെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ കല്യാണം എന്നുള്ളത്. നിക്കാഹ് പിന്നെ നമ്മളിങ്ങനെ ഓക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ നിക്കാഹ് ഉണ്ടാവും, പെട്ടെന്ന് ചെറുമാതിരി ഒരു നിക്കാഹ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എൻ്റെ താത്ത വരുന്നുണ്ട്, എന്തൊക്കെ തുപ്പുവോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. പിന്നാണ് പെട്ടെന്ന് കല്യാണം എന്നുള്ള ഒരു ഇതിക്ക് എത്തിയത്. സോ ഞാനും അൻഷിയും അതിന് പ്രിപ്പയർ ആയിക്കണോ ചോദിച്ചാൽ അറിയില്ല. ഇത്ര കാലം 6 കൊല്ലം എങ്ങനെ പോയോ അതുപോലെ ആവോ ലൈഫ് എന്നുള്ളത് അറിയില്ല. എന്തായാലും എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം, ആൻഡ് ഇന്നെ അത്യാവശ്യം കെയർ ചെയ്യണം, പിന്നെ എന്നെ മനസ്സിലാക്കണം, ഇപ്പോൾ എന്താ പറയുക സമാധാനം അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു പാർട്ട്ണർ. അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് എനിക്ക് അങ്ങനത്തെ ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ തല്ലുണ്ടായാലും ഒരു ടൈം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ 2 പേരും ഞങ്ങളെ ഈ ഒരു ഇതിൽ നല്ലോണം സഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ലവ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയട്ടോ, നല്ലോണം സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാൽ നടക്കും എനിക്ക് തോന്നുന്നില്ല. 2 പേരും ചെക്കനും പെണ്ണും ഒപ്പം എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ, അതായത് ഒരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന സമയത്താണ് ഞാനും അൻഷി റിലേഷനിലാവുന്നത്. ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പം ആ പ്രായത്തിലെ റിലേഷൻ ആയി എന്നൊക്കെ ആലോചിക്കുമ്പോൾ പഠിച്ചോനെ ഞാൻ ആ പ്രായത്തിൽ തൊട്ട് റിലേഷനിലായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ പ്രായത്തിലെ കുഞ്ഞിലെ പിന്നെ ഞങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 12 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എത്ര വയസ്സുണ്ടാവുക, 15 16, എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. 6 വർഷം മുന്നുള്ള കാര്യമല്ലേ. എനിക്കൊരു 16 വയസ്സാണെന്ന് തോന്നുന്നുണ്ട്. അൻഷിക്ക് വെറും 19 വയസ്സ് ഉള്ള സമയത്താണ് ഞാൻ അൻഷിനെ കാണുന്നത്. ആദ്യം ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു ആ പ്രായത്തിൽ കേട്ടോ. ഇപ്പം ഇരുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് എന്തിനാന്നൊക്കെ തോന്നും. പക്ഷേ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ പാർട്ട്ണർമാരെ പഠിച്ചോന് ഇന്ന ആൾക്ക് ഇന്ന ആൾക്ക് ഇന്ന ആൾ അങ്ങനെ ഉണ്ടാവും. അപ്പം എൻ്റെ ലൈഫ് പാർട്ട്ണർ അൻഷി തന്നെയാണ് പഠിച്ചോന് എനിക്ക് തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. അപ്പം നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നല്ല സങ്കടമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന ആലോചിച്ചിട്ട് എനിക്ക്
ഭയങ്കര ഇതുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് ഉമ്മാനായിട്ട്. അപ്പം ഇനി ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അമ്മ ഞാൻ ഹോസ്റ്റലിൽ പോണ സമയത്ത് അമ്മ ഒറ്റക്കാണ്, പക്ഷേ ഞാൻ ആഴ്ചയിൽ വരുമല്ലോ. അങ്ങനെയല്ലല്ലോ, കല്യാണം കഴിഞ്ഞ് പോവാന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പോവാണല്ലോ. അപ്പം ആ ഒരു ഇതുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ പേടിയുണ്ടോ മാരീഡ് ലൈഫിനെ പറ്റിയെന്ന് അറിയില്ല. ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതാണ് പുതിയൊരു ലൈഫിക്ക് കടക്കാൻ പ്രിപ്പയർ ആയിട്ടുള്ളത്. എനിക്കൊന്നും അറിയില്ല. എല്ലാം പഠിച്ചോൻ്റെ അടുത്ത് നല്ല രീതിക്ക് പോട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അൻഷി ആയതുകൊണ്ട് അൻഷിനെ എനിക്കറിയാം. ഞങ്ങൾ 6 കൊല്ലമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്യാറുണ്ട്, എല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞ് തീർക്കാറുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് ഓനെ കാണാണ്ട് ഓനക്ക് എന്നെ കാണാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടും നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കൂടിയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടല്ലോ. അപ്പം അതെ ഗൈസ്, ഐ എം ഗെറ്റിംഗ് ടു മാരീഡ്. ഫൈനലി ഞാനൊരു ഭാര്യയാവാൻ പോവുകയാണ്. എൻ്റെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികളിൽ ഞാൻ മാത്രമേ ഉള്ളൂ 20 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നവർ കേട്ടോ. എല്ലാവരും 18, 17, 19 വയസ്സായപ്പോഴത്തേന് കല്യാണം കഴിഞ്ഞ് 20 വയസ്സൊക്കെ ആയപ്പോഴത്തേന് 2 കുട്ടികളും 1 കുട്ടികളൊക്കെ ആയ ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോഴും എൻ്റെ കസിൻസിനെ കാണുമ്പം ഒന്ന് കെട്ടിപ്പോയിക്കൂടെ തനിക്കെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ കല്യാണം വേണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കല്യാണം വേണം എന്ന് തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ട. ആക്ച്വലി എൻ്റെ കോഴ്സ് കഴിയാനായി ഞാൻ ഇൻ്റർവ്യൂസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, വ്ളോഗ് കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മതിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം പഠിച്ചോൻ്റെ ഇതുകൊണ്ട് പെട്ടെന്നായി. ഇനി അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ കോളേജിൽ പോവാത്ത എന്താന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ പോവാത്തതിന് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ വെഡ്ഡിങ് ആണ്, അടുത്ത മാസമാണ് വെഡ്ഡിങ്. അപ്പം ഇനിയിപ്പോൾ ടൈമില്ല, അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്ത് വന്നതാണ്. അല്ലാതെ ഞാൻ കോളേജൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഞാൻ റിട്ടേൺ പോയി ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ട് വരും, അതാണ്. അപ്പം 2026 ഞാൻ ഒരു ഭാര്യയാവാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിച്ച് കിടക്കണ എനിക്ക് എങ്ങനെയാണ് പുതിയൊരു ലൈഫൊക്കെ പോകേണ്ടിയെന്നോ അല്ലെങ്കിൽ ഇതാണ് അതായത് ഇപ്പം വീട്ടിൽ നിന്നൊക്കെ പറയാണ്ട് ഈ പൊട്ടിത്തെറിച്ച് അടക്കലൊന്നും പെരയിൽ ചെന്നാൽ പറ്റില്ല. പക്ഷേ എനിക്കറിയില്ല ഗൈസ്, ഞാനിങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. അപ്പം മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഓവറായിട്ട് ഒന്നും ഞാൻ വെക്കുന്നില്ല. അൽഹംദുലില്ലാ, പഠിച്ചവൻ എന്താണോ തരുന്നത് അതിനനുസരിച്ചിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കണം. പിന്നെ അൻഷി അതിനെക്കൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അൻഷിനെ എനിക്കറിയാം എന്താ ഭാവിയിൽ അങ്ങോട്ട് എന്താവും എന്നുള്ള അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളെ ഇത് വെച്ചിട്ട് എനിക്ക് പഠിച്ചവന് എന്താ പറയുക, എന്നെ നല്ലോണം സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് പഠിച്ചവൻ തന്നിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. ആക്കൊരു നേരം കഴിഞ്ഞാൽ ഞാൻ അല്ലാണ്ട് പറ്റില്ല. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ അപ്പം സോൾവ് ചെയ്ത് വിടാറുണ്ട്. ഏറിപ്പോയ 1 ദിവസം 2 ദിവസം അതിൽ കൂടുതൽ ഞങ്ങൾ തമ്മിലുള്ള തല്ല് മീൻസ് അടിയൊന്നുമല്ല കേട്ടോ, അങ്ങനത്തെ അല്ല, വാക്ക് തർക്കങ്ങൾ. അതിപ്പോൾ ഏതൊരു ലൈഫിലായാലും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങനെയൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ പ്രിപ്പറേഷനാണ്. അപ്പം ഇനി വീഡിയോയിൽ ഇനി കല്യാണം എന്ന് പറയുമ്പോൾ ആരും എന്നെ കളിയാക്കരുത്. കല്യാണം സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഡേറ്റ് ഞാൻ അൻഷിൻ്റെ ഒപ്പം തന്നെ റിവീലാക്കാം. കാരണം എന്താ വെച്ചാൽ അതല്ല അതിൻ്റെ ഒരു ശരി. ഞാനും അൻഷിയും കൂടെ വന്ന് റിവീൽ ചെയ്തോളാം. ഫ്രണ്ട്സുകളിലായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സുകളെ കല്യാണം ഒക്കെ കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ നടക്കുന്നത്, അങ്ങോട്ട് കെട്ടിപ്പോവാ എന്നുള്ളത്. ഇപ്പം കല്യാണത്തിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ പഠിച്ചോനെ എനിക്ക് കൃപ തരട്ടെ. പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെ ഒരു ഫാമിലി ആവട്ടെ അവിടെയെന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കുഴപ്പമൊന്നുമില്ല, കമ്പനിയാണ്, ഹാപ്പിയാണ് ഇപ്പോൾ പോകുന്നിടത്ത്. അപ്പം അതിൻ്റെ ഒക്കെ തിരക്കിലാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്നെ വിഷ് ചെയ്യാം, നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അത്രേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഒക്കെ പറഞ്ഞത് വിചാരിക്കുന്ന. പിന്നെ വേറെ ഒന്നും പറയില്ലല്ലോ. ലവ് സ്റ്റോറി നമുക്ക് അൻഷിൻ്റെ ഒപ്പമുള്ള വീഡിയോയിൽ ഇടാം ഇൻഷാല്ലാ, കല്യാണം കഴിയട്ടെ. പിന്നെ ഡേറ്റ് റിവീലിങ് ഞാൻ ഓൻ്റെ ഒപ്പമുള്ള ഒരു വീഡിയോ ഇടാം. അത് നമുക്ക് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ February 1st ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം. എന്തായാലും നോമ്പിന് മുന്നേ ഉണ്ടാവും. അപ്പോൾ ഡേറ്റ് ഞാൻ റിവീൽ ഇപ്പം തന്നെ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം അത്രേ ഉള്ളൂ.